ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓരോ നിമിഷവും നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കിടിലൻ മൂവിയുടെ കഥയാണ്. സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഐറ്റം. കഥയെക്കുറിച്ച് വളരെ ചുരുക്കി എന്ന് പറയുകയാണെങ്കിൽ, അമേരിക്കയുടെ ഒരു മുങ്ങിക്കപ്പൽ ബർമുഡ ട്രയാങ്കിളിന്റെ അടിയിലൂടെ പോകുന്ന സമയത്ത് അത് അപകടത്തിൽപ്പെടുകയാണ്. മാത്രമല്ല, ആ കപ്പൽ പൂർണ്ണമായിട്ടും അവിടെ മുങ്ങിപ്പോവാണ്. മുങ്ങിപ്പോകുന്ന സമയത്ത് വല്ലാത്തൊരു പ്രകാശം അവരവിടെ കണ്ടായിരുന്നു. അങ്ങനെ മുങ്ങിപ്പോയ ആ കപ്പലിൽ നിന്നും ചില കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി മറ്റൊരു ടീമിനെ അമേരിക്കൻ ഗവൺമെന്റ് അയക്കുകയാണ്. അങ്ങനെ കടലിന്റെ അടിയിലേക്ക് പോയ അവർ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അത് മനസ്സിലാക്കിയവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത്, നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഈ ഭൂമി. നമ്മൾ അറിയാത്ത ഒരുപാട് വലിയ രഹസ്യങ്ങൾ കടലിനടിയിലുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവല്ലേ കടലിന്റെ അടിഭാഗത്തേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അവതാർ എന്ന ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ, അത് ഡയറക്ട് ചെയ്ത ജെയിംസ് ക്യാമറൂൺ ആണ് ഈ സിനിമയും ഡയറക്ട് ചെയ്തത് കേട്ടോ. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന്. അപ്പൊ ഓക്കെ, നമ്മൾ കഥ ആരംഭിക്കുകയാണ്. സിനിമ ആരംഭിക്കുന്നത് 1994 ഒരു അമേരിക്കൻ മുങ്ങിക്കപ്പൽ കാണിക്കുകയാണ്. ഇതിന്റെ പേര് USS മൗണ്ടേന എന്നാണ്. ഒരുപാടധികം വെപ്പൺസ് ആ ഒരു സബ്മറൈൻ ഷിപ്പിലുണ്ട്, പ്രത്യേകിച്ചും ന്യൂക്ലിയർ വെപ്പൺസ്. വളരെ രഹസ്യമായ എന്തോ ഒരു ദൗത്യത്തിനാണ് അവരിപ്പോ കടലിനടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ അവരെത്തി നിൽക്കുന്നത് മരിയാന ട്രെഞ്ച് എന്ന പേരുള്ള കടലിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ. ഒരുപാട് പേരൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്തായാലും ആ സ്ഥലത്തേക്കാണ് ഇവരുടെ ഒരു മുങ്ങിക്കപ്പൽ വന്ന് നിൽക്കുന്നത്. സാധാരണ കടലിന്റെ ആ ഒരു ഭാഗത്തെല്ലാം ഭയങ്കരമായ ഇരുട്ടായിരിക്കും. എന്നാൽ ഇവരിപ്പോ അതിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് മുകളിൽ നിന്നും വല്ലാത്തൊരു പ്രകാശം ഇവർക്ക് കാണാൻ കഴിഞ്ഞു. സാധാരണ അങ്ങനെയൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ആ പ്രകാശം എന്താണ്? മുങ്ങിക്കപ്പലിന്റെ ഉള്ളിലുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് വിചിത്രമായിട്ട് തോന്നുകയാണ്. അധികം വൈകാതെ ഇവരുടെ ഷിപ്പ് എന്തോ ഒന്നിൽ പോയി ഇടിക്കുകയാണ്. കപ്പലിന് ഡാമേജ് ആയി. ഉള്ളിലേക്ക് പതിയെ പതിയെ വെള്ളം കയറാൻ തുടങ്ങി. ഇവരുടെ കൺട്രോളിൽ നിന്നും കപ്പൽ പോവുകയാണ്. പതിയെ പതിയെ അത് താഴേക്ക് പോവുകയാണ്. ഈ ഒരു അപകടത്തിനെ കുറിച്ച് വേഗം തന്നെ ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി സിഗ്നൽസ് എല്ലാം ഇവർ അയക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഇതൊന്നും വർക്ക് ആവുന്നില്ല. അങ്ങനെ അവസാനം ആ മുങ്ങിക്കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ ഒരു ലേഡിയെ കാണിക്കുകയാണ്. ഇവരുടെ പേര് ലിൻഡ എന്നാണ്, നമ്മുടെ കഥയുടെ ഹീറോയിൻ. US ആർമിയിലാണ് ലിൻഡ ജോലി ചെയ്യുന്നത്. മാത്രമല്ല, അത് സാധാരണ ഒരു ടീമല്ല, അതിന് സീൽ ടീം എന്നാണ് പറയുക. കര, ആകാശം, കടൽ ഇവിടെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആർമിയുടെ ഒരു ടീമാണ് ശരിക്കും ഈ ഒരു സീൽ ടീം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ കടലിനടിയിലേക്ക് ഒരു ഷിപ്പ് തകർന്നു വീണ് പോയല്ലോ. അപ്പൊ ആ ഒരു കേസ് ഇപ്പൊ ഈ ഒരു ആർമി ഫോഴ്സ് ഏൽപ്പിക്കാൻ പോകുന്നത് ലിൻഡയുടെ കയ്യിലാണ്. കാരണം അവൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട്. കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത്, കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ മുങ്ങിപ്പോയ കപ്പലിൽ ഒരുപാടധികം ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. അത് പോയി വീണിരിക്കുന്നത് റഷ്യൻ ബോർഡറിലാണ്. ഇതെങ്ങാനും അവരറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിനു മുന്നേ തന്നെ അവരറിയാതെ നമ്മുടെ എല്ലാ ന്യൂക്ലിയർ വെപ്പൺസും നമ്മൾ റിക്കവർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരാൾ പോലും ജീവനോടെ ഇല്ല എന്നാ തോന്നുന്നത്. മാത്രമല്ല, ആ കപ്പൽ മുങ്ങി നശിക്കുന്നതിന് മുന്നേ തന്നെ വളരെ ചുരുങ്ങിയ ചില ഫൂട്ടേജുകളും ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം ലിൻഡ പറയാണ്, ഈ ഒരു ദൗത്യം അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ ഇത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനു വേണ്ടി ഒരു ടീമിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കണം. അതായത്, കടലിനടിയിൽ പോയിട്ട് ഈ ഓയിൽ റിഗിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇച്ചിരി സാഹസികമായ ജോലിയാണ് അവരുടേത്. ആ ജോലി ചെയ്യുന്ന ചില ആൾക്കാർ എനിക്ക് വേണം. കാരണം അവരെ കൊണ്ട് മാത്രമേ ഈ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ക്യാപ്റ്റൻ ആ ഓയിൽ റിഗിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാണ്. അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത്, ആർമിയുടെ ഭാഗത്തുനിന്നും ഒരു സീൽ ടീം കടലിനടിയിലേക്ക് വരും. നിങ്ങൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതുപോലെ ഒരു കപ്പൽ തകർന്ന് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ റഷ്യ അറിയാതെ തന്നെ അതിലെല്ലാ വെപ്പൺസും നമുക്ക് റിക്കവർ ചെയ്തെടുക്കണം. എന്നാൽ ഇത് കേട്ടപാട് തന്നെ ഓയിൽ റിഗിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ പറയണം, പൊന്നു സാറേ, നമ്മളില്ല, അപകടം പിടിച്ച പണിയാണ്, ജീവൻ പോവും. ക്യാപ്റ്റൻ കുറേയൊക്കെ പറഞ്ഞു നോക്കി, ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ മറ്റൊരു അടവെടുക്കുകയാണ്. നിങ്ങൾ ആ ഒരു ഓയിൽ റിഗിൽ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? അതിന്റെ പല മടങ്ങ് കാശ് ഞാൻ ഒറ്റ ദിവസം നിങ്ങൾക്ക് തരും. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എന്നോട് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ ഇപ്പൊ അവിടെയുള്ള എല്ലാ തൊഴിലാളികളും മുഖത്തോട് മുഖം നോക്കുകയാണ്. അങ്ങനെ അവസാനം അവർ പറയണം, സാറേ, ഞങ്ങൾ റെഡി. എന്തായാലും നിങ്ങളുടെ ഒരു ടീം ഇങ്ങോട്ടേക്ക് വരുമല്ലോ, ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറയണം. എന്നാൽ പെട്ടെന്നാണ് അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുന്നോട്ടേക്ക് വരുന്നത്. അവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ബഡ് ആയിരുന്നു അത്. ബഡ് അപ്പൊ തന്നെ പറയുന്നുണ്ട്, സാറേ പറ്റില്ല, കാശും കാണിച്ച് പ്രലോഭിപ്പിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊലക്ക് കൊടുക്കാനല്ലേ, നടക്കൂല, ഞാനും വരില്ല, എന്റെ കൂടെയുള്ളവരും വരില്ല എന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ബഡിന്റെ കൂടെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇവനാരാ പോകണ്ടെന്ന് പറയാൻ, നല്ല കാശ് കിട്ടുന്ന പരിപാടിയല്ലേ, വെറുതെ വേണ്ടാന്ന് വെക്കണോ? എന്നാൽ ബഡ് ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ശരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത് അപകടമാണെന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ പറയാണ്, അല്ല ബഡേ, ഈ ടീമിന്റെ ലീഡർ ആരാണെന്ന് അറിയോ? ലിൻഡയാണെന്ന് പറയാം. അത് കേട്ടപാട് തന്നെ ബഡ് വന്നിട്ട് ചോദിക്കാണ്, ലിൻഡയോ? അവൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, എന്നാ സാറേ നമുക്കൊന്ന് പോയി നോക്കാല്ലേ? അപ്പൊ ബഡിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഒരു നോട്ടം നോക്കുന്നുണ്ട്. മനസ്സിലായി, ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല അല്ലേ? എന്തായാലും അധികം വൈകാതെ സീൽ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു സബ്മറീനുമായിട്ട് ഒരു ടീം ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിലിപ്പോ ലിൻഡയുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ലിൻഡ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ബഡും വരികയാണ്. എന്നിട്ട് ഈ ബഡ് ലിൻഡയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ലിൻഡയ്ക്കാണെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അവൾ ഓരോ ജോലികൾ ചെയ്ത് അതിലൂടെ നടക്കാണ്. മാത്രമല്ല, ലിൻഡ കൊടുക്കുന്ന
കൊടുക്കുന്ന മറുപടി എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ജോലി ചെയ്യാനാണ്, അല്ലാതെ നിന്നോട് സംസാരിക്കാനല്ല. ഇതേ സമയത്ത് തന്നെ ബഡ് പറയാണ്, ലിൻഡ നമ്മുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നം അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ, അതിന്റെ പേരിലല്ലേ നമുക്കിടയിൽ ആ ഒരു ഡിവോഴ്സ് വന്നത്. സത്യത്തിൽ ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു വഴക്കിന്റെ പേരിൽ രണ്ടുപേരും ഡിവോഴ്സ് ആയതാണ്. എന്നാൽ ആ ഒരു പഴയ ലൈഫിലേക്ക് പോകണമെന്ന് ബഡിന് ആഗ്രഹമുണ്ട്. എന്നാൽ ലിൻഡയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ലിൻഡ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരിക്കൽ നമ്മൾ നല്ല രീതിയിലൊക്കെ ജീവിച്ചായിരുന്നു, പക്ഷേ ഇനി ഒരിക്കലും അത് പഴയതുപോലെ ആകാൻ പോകുന്നില്ല. എനിക്ക് ഇനി നിന്റെ കൂടെ ജീവിക്കേണ്ട. അതുപോലെ ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നോട് സംസാരിക്കാനല്ല, ജോലി ചെയ്യാനാണ്. പറ്റുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് വളരെ പൂച്ചിച്ചുകൊണ്ട് ലിൻഡ അവിടുന്ന് പോവാണ്. ഈ സമയത്ത് ബഡിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടവും വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഇപ്പോഴും ആ ഒരു വെഡിങ് റിംഗ് കൂടെ ഉണ്ട് കേട്ടോ. അവനിപ്പോ വേഗം അത് ഊരിയെടുത്ത് അവിടുത്തെ ക്ലോസറ്റിലേക്ക് ഒറ്റയിടലാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് ആ ക്ലോസറ്റിന്റെ ഉള്ളിൽ കൈയിട്ട് ആ റിംഗ് വീണ്ടും എടുത്ത് അത് മോതിരവിരലിൽ ഇടുകയാണ്. ഇതിനർത്ഥം എന്താണ്, ലിൻഡ എത്ര അവോയ്ഡ് ചെയ്താലും ബഡിന് അവളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്, അത് അവന് കളയാൻ കഴിയില്ല. എന്തായാലും അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് ഒരുപാടധികം ചെറിയ ചെറിയ സബ്മറൈൻസ് വരുന്നുണ്ട്. ഈ ഓയിൽ റിഗിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ബഡും അവന്റെ കൂട്ടുകാരും എല്ലാവരും ഇപ്പൊ അതിലേക്ക് കയറുകയാണ്. മാത്രമല്ല എങ്ങനെ കടലിന്റെ അടിയിലേക്ക് പോകണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഡും അവന്റെ കൂട്ടുകാരും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത്, സാറേ നിങ്ങൾ പറഞ്ഞതുപോലെ താഴേക്ക് പോകാം, ആ കപ്പലിൽ നിന്നും നമുക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ എടുക്കാൻ പറ്റും, പക്ഷേ കടലിനടിയിൽ ആ ഒരു പ്രഷർ അതെങ്ങനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും? താഴേക്ക് പോയാൽ ഞങ്ങളുടെ ശ്വാസകോശം അമൃതം പോയില്ലേ, അതായത് ലങ്സ് പൊട്ടിപ്പോവും, അത്രയും പ്രഷറാണ് താഴെ. എന്നാൽ ഈ സീൽ ടീമിന്റെ കയ്യിൽ ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവർ താഴേക്ക് പോകാൻ പോകുന്നത്. അതിനുവേണ്ടി തന്നെ ഇവരൊരു ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ കൂടിയ അളവിൽ ഓക്സിജൻ അടങ്ങിയ ഒരു പ്രത്യേകതരം കെമിക്കലാണത്. എന്തായാലും ആ ഒരു ലിക്വിഡ് എടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഡിന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു തൊപ്പിക്കാരൻ. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു വെള്ള കളർ എലി ഉണ്ടാവും. ആ എലിയെ പിടിച്ച് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അത് മൂടി വെച്ചു. ഒരു 1-2 മിനിറ്റ് ആ കെമിക്കൽ ലിക്വിഡിൽ കിടന്നിട്ട് ആ എലി കിടന്ന് പിടക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ വളരെ കൂളായിട്ട് ആ വെള്ളത്തിൽ വെച്ച് ഈ എലി ശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് ബഡിനും അവന്റെ കൂട്ടുകാർക്കും അത്ഭുതം തോന്നുകയാണ്. ശരിക്കും ഇതിന്റെ പിന്നിൽ ആ ഒരു സയൻസ് എന്താണെന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഓക്സിജൻ അത് ശ്വസിക്കുന്നത് എങ്ങനെയാണ്, വാതക രൂപത്തിലല്ലേ? എന്നാൽ ഈ ലിക്വിഡ് ഇതിനുള്ളിൽ വളരെ കൂടിയ അളവിൽ ഓക്സിജൻ ഉണ്ട്. ഈ വെള്ളത്തിൽ നിങ്ങൾ തലയിട്ട് നോർമലായിട്ട് ശ്വസിക്കുന്നത് പോലെ ശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ലിക്വിഡ് നിങ്ങളെ ലങ്സിലേക്ക് പോകും. അതിലുള്ള കൂടിയ അളവിലുള്ള ഓക്സിജൻ ലങ്സ് എടുക്കും. പിന്നീട് ഈ ലിക്വിഡിൽ വെച്ച് നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയും. മാത്രമല്ല ആഴക്കടലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലങ്സിനെയാണ് പ്രഷർ കൂടുതലായിട്ടും ബാധിക്കുക. അതായത് ശ്വാസകോശത്തിൽ ഓക്സിജൻ ഉണ്ടാവുക ഒരു ഗ്യാസ് ഫോമിലായിരിക്കുമല്ലോ. ഗ്യാസിനെ വെള്ളത്തിന് വേഗം പ്രസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഗ്യാസിന് പകരം ഇവർ ശ്വസിക്കുന്നത് ആ ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിൽ കിടക്കുന്ന ആ ലിക്വിഡിനെ ഈ വെള്ളത്തിന് പുറത്തു നിന്നും അധികം പ്രഷർ കൊടുത്ത് അങ്ങ് ഞെരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ആ ഒരു ടെക്നോളജി. മാത്രമല്ല ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന സമയത്ത് അധികം പാനിക് ആകാൻ പാടില്ല, അതായത് പേടിക്കരുത്. ശ്വാസം നോർമലായിട്ട് മാത്രമേ ശ്വസിക്കാൻ പാടുള്ളൂ. എന്തായാലും ആ ഒരു ലിക്വിഡിൽ മുങ്ങിക്കിടന്ന് ഇവരുടെ ശരീരം ആഴക്കടലിലെ ആ ഒരു പ്രഷറുമായിട്ട് ഈക്വൽ ആയിട്ട് മാറ്റാൻ വേണ്ടി പറയണം. എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇവർ നേരെ കടലിന്റെ അടിയിലേക്ക് പോവാണ്. അതായത് തകർന്നു കിടക്കുന്ന ആ ഒരു മുങ്ങിക്കപ്പൽ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ തൊട്ടടുത്തേക്ക് നമ്മുടെ ബഡ് അതുപോലെ തന്നെ അവന്റെ ഒരു സുഹൃത്തും വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അതിന്റെ ആ ഒരു എന്താ പറയാ ഓപ്പൺ ആയി കിടക്കുന്ന ഡോറ് അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഓരോ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഒരുപാട് പേര് അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് ബഡിന്റെ കൂട്ടുകാരൻ ഒന്ന് പേടിക്കുകയാണ്. അപ്പൊ അവന്റെ ശ്വാസോച്ഛ്വാസം കൂടുന്നുണ്ട്. ഈ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ബഡ് പറയണം, നീ കൂളാ ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട, നീ എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് വരണ്ട, പുറത്തു നിന്നോ, ഞാൻ ഉള്ളിലേക്ക് പോയി നോക്കിയിട്ട് വരാന്ന് പറയണം. മാത്രമല്ല ബഡ് അവന്റെ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു കയറും കൊടുത്ത് ആ കയറിന്റെ ഒരറ്റം ബഡ് പിടിച്ചുകൊണ്ട് നേരെ ഷിപ്പിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ആ ഒരു വെപ്പൺസ് ഒക്കെ ഉണ്ടല്ലോ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പോകുന്ന വഴിയിൽ ഈ ഷിപ്പ് തകർന്നു കിടക്കല്ലേ. അപ്പൊ നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഭാഗത്ത് ഈ കയറ് തട്ടി അതങ്ങനെ ഒരഞ്ഞു ആ കയറ് പൊട്ടിപ്പോവാണ്. പെട്ടെന്ന് കയറ് പൊട്ടിയപ്പോ ബഡും ഒന്ന് പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരൻ നേരത്തെ പേടിച്ചതിനേക്കാൾ ഒന്നുകൂടെ പേടിക്കണം. സോ ഈ സിറ്റുവേഷനിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, രണ്ടുപേർക്കും ശ്വസിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവർ ഈ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഇവരുടെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന അവള് പിരിക്കുന്നത് ചെറിയൊരു സബ്മറൈനിലാണ്. അപ്പൊ എങ്ങനെയെങ്കിലും താഴേക്ക് പോയിട്ട് അവരെ വേഗം രക്ഷപ്പെടുത്തണം. എന്നാൽ ഈ സമയത്താണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ലിൻഡ കാണുന്നത്. വളരെ തിളക്കമുള്ള ഒരു വസ്തു അവളുടെ ആ ഒരു ചെറിയ ഷിപ്പിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ അതൊരു ജെല്ലി ഫിഷിനെ പോലെ തോന്നുന്നുണ്ട്. എന്നാൽ 100% ഉറപ്പാണ് അത് ജെല്ലി ഫിഷ് അല്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അതെങ്ങോട്ടോ പോവുകയാണ്. നല്ല പ്രകാശം ഉണ്ടായിരുന്നു അതിന്റെ ദേഹത്തിന്. അതിനെ ഫോളോ ചെയ്ത് എന്തായാലും ഇപ്പോ ലിൻഡയ്ക്ക് പോകാൻ കഴിയില്ല. കാരണം താഴെ ബഡും അവന്റെ കൂട്ടുകാരനും കുറച്ച് സീരിയസ് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ലിൻഡ വേഗം താഴേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരെ രക്ഷപ്പെടുത്തി നേരെ മുകളിലേക്ക് വരികയാണ്. ബഡിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ കൂട്ടുകാരൻ വളരെ കൂടുതലായിട്ട് പേടിച്ചത് കൊണ്ട് തന്നെ അവന്റെ ബോധം പോയിട്ടുണ്ട്. ഇപ്പൊ വേഗം തന്നെ ആ ഒരു കൂട്ടുകാരനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർ പറയാണ് ഒരു രക്ഷയില്ല, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാത്രമേ ഇവനെ നമുക്ക് ഉണർത്താൻ പറ്റുള്ളൂ, അതുവരെ ഇയാൾ ഈ ഒരു കോമാവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഇത് കേട്ട് ബഡിനും അതുപോലെ തന്നെ അവന്റെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ സബ്മറൈൻ്റെ ഉള്ളിലുള്ള ഈ സീൽ ടീം ഉണ്ടല്ലോ അതിൽ ചില ആൾക്കാർ മുകളിൽ വലിയൊരു
കപ്പലുണ്ട്, അതിൽ നിന്നാണ് ഇവരൊക്കെ താഴേക്ക് വന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് ഇവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ലിൻഡ കണ്ട ആ തിളങ്ങുന്ന വസ്തുവിനെ കുറിച്ചും അവർ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേട്ട സമയത്ത് ക്യാപ്റ്റനും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഓഫീസേഴ്സിനും ഭയങ്കരമായിട്ട് പേടിയാവുകയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇത് റഷ്യയുടെ ഒരു സ്പൈ സബ്മറൈൻ ആയിരിക്കുമെന്നാണ്, അതായത് ഒരു ചാര മുങ്ങിക്കപ്പൽ. അതുകൊണ്ട് നമുക്കിനി അധികം റിസ്ക് എടുക്കാൻ കഴിയില്ല. എങ്ങനെങ്കിലും താഴെ തകർന്നു കിടക്കുന്ന ആ മുങ്ങിക്കപ്പൽ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും ന്യൂക്ലിയർ വെപ്പൺസ്, അതായത് അതിന്റെ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും റിമൂവ് ആക്കി വേഗം അവരോട് കൊണ്ടുവരാൻ വേണ്ടി മുകളിൽ നിന്നും അവർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ താഴെയുള്ള മുങ്ങിക്കപ്പലിൽ ഇരുന്ന് ഇവർ മുകളിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ന്യൂസിലൂടെ. അപ്പൊ വാർത്തയിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഭയങ്കരമായ കൊടുങ്കാറ്റും പെരുമഴയും, പ്രകൃതി ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരിപ്പോ നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ കടല് ഭയങ്കരമായിട്ട് ഇളകി മറിയാണ്, വലിയ വലിയ തിരമാലകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രധാനപ്പെട്ട ഷിപ്പിന് അതിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുകയാണ്. ഈ വലിയ ഷിപ്പിൽ വലിയൊരു ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനിലെ ഒരു റോപ്പ് വഴിയാണ് താഴത്തെ ഇവരുടെ ആ ഒരു സബ്മറൈൻ, അതായത് ആ ചെറിയ മുങ്ങിക്കപ്പൽ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ശക്തമായ ഈ കപ്പലിന്റെ ഇളക്കം കാരണം മുകളിലുണ്ടായിരുന്ന ആ വലിയ ക്രെയിൻ പൊട്ടുകയാണ്. ഇവരെല്ലാം ആകെ പേടിച്ചു പോയി. കാരണം അത് പൊട്ടിയാൽ നേരെ വന്ന് വീഴ ഇവരുടെ ഈ സബ്മറൈൻ ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്കാണ്. വീണാൽ തീർന്നു, പിന്നെ നോക്കണ്ട. എന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിന് കണ്ണിൽ തട്ടാനുള്ളത് പെരിയത്തുകൂടെ പോയി എന്ന് പറയില്ലേ, അതുപോലെ ഈ സബ്മറൈന്റെ സൈഡിൽ കൂടെ ആ ഒരു ക്രെയിൻ താഴേക്ക് പോവാണ്. ഹൗ, രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും ആശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് താഴേക്ക് എത്തിയ ആ ഒരു ക്രെയിൻ ഉണ്ടല്ലോ, അതിലൊരു റോപ്പ് ഉണ്ടായിരുന്നു. ആ റോപ്പ് ഇവരുടെ സബ്മറൈനുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അതിപ്പോ ഇവരെ താഴേക്ക് ഒരൊറ്റ വലിക്കുകയാണ്. നല്ല ഫോഴ്സിലായതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളൊക്കെ തകർന്ന് അതിലൂടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. എന്നാൽ അവരുടെ ആ ഒരു ടെക്നിക്കൽ നോളേജ് വെച്ച് താഴേക്ക് ഇത് വീണ് ഇത് ക്രാഷ് ആവാതെ ഇവർ നോക്കിയാട്ടോ. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നല്ലോ, അത് വേഗം തന്നെ ഇവർ ശരിയാക്കുകയാണ്. എന്നാൽ ഈ ഒരു അപകടത്തിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേയധികം ഓക്സിജൻ സിലിണ്ടേഴ്സ് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സിസ്റ്റത്തിൽ ഒരുപാട് കംപ്ലൈന്റും വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ശരിയാക്കാൻ വേണ്ടി സ്പെഷ്യൽ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഇവർ നേരെ ഷിപ്പിന്റെ പുറത്തേക്ക് വന്നിട്ട് അതിന്റെ കംപ്ലൈന്റുകളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നേരത്തെ ലിഡ കണ്ട ആ ജെല്ലി ഫിഷിനെ പോലെ തോന്നിക്കുന്ന ആ സാധനം അതിലൂടെ പോകുന്നത്. ഒരെണ്ണം നല്ല വലുപ്പുണ്ടായിരുന്നു, മറ്റൊരെണ്ണം ചെറുതായിരുന്നു. എന്തായാലും ആ ചെറുത് അടുത്തേക്ക് വന്ന സമയത്ത് ലിൻഡയ്ക്ക് ഭയമല്ല തോന്നിയത്, വല്ലാത്തൊരു ആശ്ചര്യം, ഒരു കൗതുകം. കാരണം അടുത്തേക്ക് എത്തിയ സമയത്ത് ലിൻഡയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഒരു കാരണവശാലും ഒരു ജെല്ലി ഫിഷ് അല്ല, മറ്റെന്തോ ഒരു സ്പീഷീസ് ആണ്. ഇതിനാരും ഇന്നേ വരെ കണ്ടിട്ടില്ല, ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അടുത്തേക്ക് വന്നപ്പോൾ അതിനവൾ തൊട്ട് നോക്കുകയാണ്. മാത്രമല്ല ആരും കാണാത്ത ഈ ഒരു ജീവിയുടെ ഒരു എവിഡൻസ് വേണമല്ലോ, സോ അതിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും തിളങ്ങുന്ന ആ ഒരു ജീവി വേഗം തന്നെ മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ലിൻഡയ്ക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും കംപ്ലൈന്റുകളൊക്കെ ശരിയാക്കിയതിനു ശേഷം സബ്മറൈന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൾ ആ ചിത്രം എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് എല്ലാവരും പറയുന്നത് ഇത് ഒരു തരം ജെല്ലി ഫിഷ് ആണെന്ന് തോന്നുന്നു, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്നിനെ കാണുന്നത്, സാധാരണ ഇങ്ങനെയല്ലല്ലോ ജെല്ലി ഫിഷ് ഉണ്ടാവാറ് അല്ലേ എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്ന സമയത്ത് ലിൻഡ പറയണം, നിങ്ങൾ കരുതിയതുപോലെ ഇതൊരു ജെല്ലി ഫിഷോ അല്ലെങ്കിൽ കടലിനടിയിലെ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടെത്താത്ത ഒരു ജീവിയോ ഒന്നുമല്ല. എന്റെ ബലമായ സംശയം ഇതൊരു ഏലിയൻ സ്പീഷീസ് ആണോ എന്നാണ്. എന്നാൽ അപ്പൊ തന്നെ ചിലർ പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നത്, ആ ന്യൂക്ലിയർ വെപ്പൺസ് അത് വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് റിക്കവർ ചെയ്യാനല്ലേ, അല്ലാതെ ഏലിയനെ കുറിച്ച് പഠിക്കാനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് വെറുതെ വിഷയം മാറ്റാൻ നിൽക്കണ്ട, ശ്രദ്ധ മറ്റൊന്നിലേക്കും പോകണ്ട എന്നൊക്കെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പെറുവിറുക്കുന്നുണ്ട്. മാത്രമല്ല ലിൻഡയോട് പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ലിൻഡയും അതുപോലെ തന്നെ നമ്മുടെ ബഡുമായിട്ട് കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തേതുപോലെ ആ ഒരു ജാടിയൊന്നും അവളിപ്പോ കാണിക്കുന്നില്ല. ഇതേ നേരം തന്നെ നേരത്തെ ആ ഒരു കപ്പലിന്റെ മുകളിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത ഒരാളുണ്ടല്ലോ, ആ ഓഫീസറുടെ പേര് കോഫി എന്നാണ്. ഇവൻ ചെറിയ ഉഡായിപ്പ് പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഉഡായിപ്പ് പരിപാടി ആയിരുന്നില്ല. അവൻ നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ തിളങ്ങുന്ന ചില സാധനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞല്ലേ, അപ്പൊ തന്നെ മുകളിലുണ്ടായിരുന്ന ക്യാപ്റ്റനും ബാക്കിയുള്ള ഓഫീസേഴ്സും ചെറുതായിട്ടൊന്ന് പേടിച്ചുപോയി, റഷ്യയുടെ ചാര മുങ്ങിക്കപ്പലായിരിക്കും എന്നൊക്കെ കരുതിയിട്ട്. അതുകൊണ്ട് അവർ അപ്പൊ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് നിനക്ക് പറ്റാവുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് താഴെ ആ ഷിപ്പിലേക്ക് പോയിട്ട് അവിടെയുള്ള ആ ഒരു ന്യൂക്ലിയർ വെപ്പന്റെ ആ വാർ ഹെഡുകൾ, അതായത് ബ്ലാസ്റ്റ് ചെയ്യുന്ന ആ പ്രധാന ഭാഗം അത് നിങ്ങളുടെ ഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഈ കാര്യം ലിൻഡയോട് പറയാതെ കോഫിൻ അതുപോലെ അവന്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ലിൻഡ ഇത് കണ്ടുപിടിക്കുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്ത് വിഡ്ഢിത്തരായി കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺ, ആ വാർ ഹെഡ്, അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എങ്ങാനും ഫെയിൽ ആയാൽ അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരു 5 or 6 ഇരട്ടിയായിരിക്കും ഇവിടെ സംഭവിക്കുക. അത് കൂടുതൽ പ്രശ്നത്തിൽ പോകും. അതുപോലെ തന്നെ ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള പെർമിഷൻ ആരാ തന്നത്, എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്. ഇപ്പൊ കോഫിൻ വലിയ റെസ്പെക്ട് ഒന്നും ഇല്ലാതെ ഇച്ചിരി ഗൗരവമായിട്ട് പറയണം, മേഡം നിങ്ങൾ ഈ ടീമിന്റെ ഹെഡ് ആയിരിക്കാം, പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും മേലധികാരികൾ എനിക്കൊരു സീക്രട്ട് മിഷൻ തന്നിട്ടുണ്ട്, അതേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മേഡം കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ വരണ്ട. ഓഹോ, അതും പറഞ്ഞ് നീ ഇവിടെ വെച്ച് ഈ ബോംബ് പൊട്ടിക്കാനാണ് നോക്കുന്നത്, വിഡ്ഢിത്തരം കാണിക്കില്ലടാ. എന്തായാലും ഇതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയാണ്. പിന്നീട് അത് വഴക്കാവുന്നിട്ട് അവസാനം ഇവരെല്ലാം ഒരു 2 ടീം
ടീമായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അതായത് ലിൻഡയുടെ കൂടെ ബഡും ഉണ്ട്, ബഡിന്റെ കൂട്ടുകാരും ഉണ്ട്. അതുപോലെ തന്നെ ഈ കോഫിന്റെ കൂടെ സീൽ ടീമിലുള്ള ബാക്കിയുള്ള ആ ഒരു പട്ടാളക്കാരും ഉണ്ട്. എന്തായാലും എങ്ങനെയൊക്കെയോ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും അവരുടേതായ സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ആ ഒരു വീഴ്ചയിൽ ഇവരുടെ കയ്യിൽ നിന്നും ഒരുപാട് ഓക്സിജൻ സിലിണ്ടേഴ്സ് നഷ്ടമായല്ലോ. അതുകൊണ്ട് ഇവർക്ക് മര്യാദക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. പലർക്കും അത് കാരണം ക്ഷീണം വരുന്നുണ്ട്. ചെറിയ മയക്കത്തിലേക്കൊക്കെ ഓരോരുത്തർ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചെറിയൊരു മയക്കത്തിലേക്ക് പോയ സമയം നോക്കിയിട്ട് ഈ മുങ്ങിക്കപ്പലിൽ നിന്നും കടലിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ വെള്ളത്തിൽ ചെറിയൊരു അനക്കം പോലെ. മാത്രമല്ല പിന്നീട് ആ ഒരു വെള്ളത്തിൽ നിന്നും എന്തോന്ന് പൊങ്ങി വരികയാണ്. നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ആ വെള്ളം തന്നെയാണ് പൊങ്ങി വരുന്നത്. അതും ഒരു പ്രത്യേക ഷേപ്പിൽ, വേണമെങ്കിൽ ഒരു പാമ്പിന്റെ ഷേപ്പിൽ എന്ന് പറയാം. എന്തായാലും പാമ്പിന്റെ ഷേപ്പിലേക്ക് മാറിയ ആ ഒരു വെള്ളം പതിയെ പതിയെ വരുന്നത് ലിൻഡ കിടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അപ്പൊ ആ ഒരു ശബ്ദം കേട്ടപാട് തന്നെ ലിൻഡ എഴുന്നേൽക്കുന്നുണ്ട്. അത് കണ്ട് അവൾ ഞെട്ടുകയാണ്. മാത്രമല്ല ബാക്കിയുള്ളവരെ വേഗം വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ നേരെ വന്ന ആ വെള്ളത്തിന്റെ രൂപം ഉണ്ടല്ലോ ഇവരൊന്നും ചെയ്യുന്നില്ല. പകരം ലിൻഡയുടെ മുഖം ഉണ്ടല്ലോ അതുപോലെ തന്നെ ആ വെള്ളത്തിൽ ഒരു മുഖം തെളിഞ്ഞു വരികയാണ്. എന്തായാലും അതോടുകൂടിയിട്ട് ഇവരുടെ എല്ലാവരുടെയും പേടി പോയി. പിന്നീട് ലിൻഡ എന്തൊക്കെയാണ് ആ മുഖം കൊണ്ട് കാണിക്കുന്നത് അതെല്ലാം ആ വെള്ളത്തിലും അതുപോലെ വരുന്നുണ്ട്. സോ ഇവർക്ക് ഇച്ചിരി ഫണ്ണായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ ലിൻഡയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏലിയൻ ക്രിയേച്ചർ ആണ്. ഇത് നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വേഗം തന്നെ ആ വെള്ളത്തിന്റെ രൂപം മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവർക്ക് എന്തോ കാണിച്ചു കൊടുക്കലാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ അതിപ്പോ നേരെ പോയിട്ടുള്ളത് ആ ഒരു ന്യൂക്ലിയർ വാർഹെഡ് വെച്ച ആ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അതായത് ഈ ന്യൂക്ലിയർ വാർഹെഡ് ഇത് കാരണം എന്തോ വലിയ അപകടം വരാനിരിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ക്രിയേച്ചർ ഇവരോട് പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു ശബ്ദം കേട്ട് കോഫിനും അവന്റെ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ആ ക്രിയേച്ചർ പൂർണ്ണമായിട്ടും വെള്ളമായിട്ട് മാറുകയാണ്. എന്നാൽ ശബ്ദം കേട്ടപാടിന് അങ്ങോട്ടേക്ക് വന്ന് ഒളിച്ചിരുന്ന് നോക്കിയ കോഫിൻ ആ ഒരു കാര്യം കണ്ടു. സംതിങ് എന്തോന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ന്യൂക്ലിയർ വാർഹെഡുമായിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ കോഫിനും അവന്റെ കൂട്ടുകാരും ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതേ നേരം തന്നെ ലിൻഡ ബാക്കിയുള്ളവരോട് പറയാണ്, അതായത് ആ ഒരു ക്രിയേച്ചർ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് ആ ന്യൂക്ലിയർ വാർഹെഡ് അത് കാരണം ഇവിടെ എന്തോ സംഭവിക്കാൻ പോവാന്നാ. അതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നാൽ ഇവരിവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കോഫിനും അവന്റെ ഒരു സുഹൃത്തും ചേർന്ന് പതിയെ ആ ന്യൂക്ലിയർ വാർഹെഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇത് അവിടെ ഉണ്ടായിരുന്ന ബഡിന്റെ ഒരു സുഹൃത്ത് യാദൃശ്ചികമായിട്ട് കാണാണ്. അവൻ വേഗം തന്നെ ചെന്ന് ഈ കാര്യം ബഡിനോട് പറയുന്നുണ്ട്. ബഡ് ലിൻഡയോടും പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും നേരെ ഈ കോഫിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ എല്ലാവരെയും കണ്ട സമയത്ത് കോഫിൻ ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. ഇവരെന്താണോ പറയുന്നത് അതൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ കടലിന്റെ അടിയിലാണ്, പ്രഷർ കൂടുതലാണ്, ഓക്സിജന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ മെന്റലി പലർക്കും പല പ്രശ്നങ്ങളും വരാം. എന്തായാലും ഈ കോഫിന് ഇവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര വയലന്റ് ആവുകയാണ്. അവൻ അവസാനം പറയുന്നത് എന്റെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ ഞാൻ ഷൂട്ട് ചെയ്യും. ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് ഇവിടുന്ന് പോകുന്നു പറഞ്ഞിട്ട് ആ ന്യൂക്ലിയർ വാർഹെഡ് ഒരു ചെറിയ സബ്മറൈനിലേക്ക് മാറ്റിയിട്ട് അവൻ അതുകൊണ്ട് ഇവിടുന്ന് പോവാണ്. എന്നാൽ എന്റെ അപ്പ തന്നെ ബഡിനോട് പറയുന്നുണ്ട് അവൻ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും അബദ്ധം അവൻ കാണിക്കും, നമുക്ക് അവൻ എന്തായാലും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും മറ്റൊരു ചെറിയ സബ്മറൈനിൽ കയറിയിട്ട് ഈ കോഫിനെ പിന്തുടരുകയാണ്. അങ്ങനെ അവനെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവൻ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അവർക്കിടയിൽ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്തായാലും ഇതിങ്ങനെ പോകും തോറും ഈ കോഫിന്റെ മാനസിക നില ആകെ മാറാൻ തുടങ്ങി. ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ എന്തൊക്കെയോ ചെയ്യാണ്. അതായത് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ കോഫിൻ എന്ത് ചെയ്തു എന്നറിയോ? അവന്റെ ആ ഒരു ചെറിയ സബ്മറൈൻ കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. സത്യം പറഞ്ഞാൽ ഇതേതാ സ്ഥലം എന്നറിയോ? ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമുള്ള സ്ഥലമായിട്ടുള്ള ദ അബേസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരിപ്പോ നിൽക്കുന്ന ഭാഗത്ത് പ്രഷർ ഉണ്ടല്ലോ അതിനേക്കാൾ 100 മടങ്ങോളം പ്രഷർ അവിടെ കൂടുതലാണ്. എന്തായാലും അങ്ങോട്ടേക്ക് പോകും തോറും ആ ചെറിയ സബ്മറൈന്റെ കൺട്രോൾ പോയിട്ട് അതിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ ചെന്നിടിച്ച് അതിന്റെ ഗ്ലാസ് എല്ലാം തകർന്ന് ഉള്ളിലേക്ക് വെള്ളം വന്ന് കോഫിൻ മരിക്കുകയാണ്. അതുപോലെ തന്നെ അവനെ ഫോളോ ചെയ്തു വന്ന ലിൻഡയുടെയും അതുപോലെ തന്നെ ബഡിന്റെയും ആ ചെറിയ സബ്മറൈൻ ഉണ്ടല്ലോ അതിനും പരിക്ക് വരികയാണ്. ചെറുതായിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. മാത്രമല്ല കോഫിൻ കൊണ്ടുവന്ന അവന്റെ ആ ഒരു ഷിപ്പ് അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനെ ഇനി റിക്കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും ആഴത്തിലേക്ക് അത് പോകുന്നത്. അതിന്റെ ഉള്ളിലാണ് ആ ഒരു ന്യൂക്ലിയർ വാർഹെഡ് ഉള്ളത്. അതുപോലെ തന്നെ ബഡിന്റെയും ലിൻഡയുടെയും ആ ഒരു ഷിപ്പ് താഴേക്ക് പോകുന്നുണ്ട് പറഞ്ഞല്ലേ. എന്തോ ഭാഗ്യത്തിന് ഒരു പാറയിൽ തട്ടി അത് അവിടെ തങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഉള്ളിലേക്ക് നന്നായിട്ട് വെള്ളം കയറുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. കൃത്രിമ ശ്വാസമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഈ ഒരു ഷിപ്പുമായിട്ട് ഇവർക്ക് ഇനി മുകളിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങി നീന്തിയിട്ട് വേണം ഇവരുടെ പ്രധാന സബ്മറൈൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. പക്ഷെ അവിടെയും വേറൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് പോകാനായിട്ട് 2 സ്യൂട്ടുകളില്ല, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ബഡ് പറയണ ലിൻഡ നീ അതെടുത്തോ, നീ രക്ഷപ്പെട്ടോ എന്ന് പറയണം. എന്നാൽ ലിൻഡ പറയുന്നത് എനിക്ക് അത്രത്തോളൊന്നും നീന്താൻ അറിയില്ല, അതുകൊണ്ട് ആ ഒരു സ്യൂട്ട് അത് നീ ഇട്ട് ഞാൻ നിന്നെ പിടിച്ചോളാം, നീ നീന്തിപ്പോ, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു മുങ്ങിക്കപ്പലിന്റെ അടുത്തേക്ക് എത്താന്ന് പറയാണ്. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഒരു റിസ്ക് ഉണ്ട്. ഒരു സെക്കൻഡ് എങ്ങാനും വഴുകിക്കഴിഞ്ഞാൽ ലിൻഡ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ് കഴിയുന്ന അത്രയും വേഗത്തിൽ ആ മുങ്ങിക്കപ്പലിന്റെ അടുത്തേക്ക് നീന്തുന്നുണ്ട്. വേഗം അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തി. ബഡിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ലിൻഡയുടെ ബോധം പോയിട്ടുണ്ട്. ഭീകരമായിട്ടുള്ള പ്രഷറാണ് അവളുടെ നെഞ്ചിലേക്ക് വന്നത്. ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. എന്തായാലും അവളുടെ ബോധം ഇപ്പൊ പോയി കിടക്കുകയാണ്. ഇവർ പരമാവധി CPR-ഉം അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ലിൻഡയ്ക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അബോധാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ എല്ലാവരും പറയാണ് ഇനി നോക്കണ്ട, അവള് മരിച്ചു കഴിഞ്ഞു. എന്നാൽ ബഡ് വിടുന്നില്ല. ഇല്ല, അവള് മരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രാന്തമായ രീതിയിൽ തന്നെ അവൾ
അവളുടെ നെഞ്ചിന് പിടിച്ച് പ്രസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ലിൻഡ മരിച്ചു കഴിഞ്ഞു. കാരണം അവളുടെ മുഖക്കാകെ ഒരു നീല കളറായിട്ടുണ്ട്, ശ്വാസമില്ല, ഹൃദയമെടുപ്പ് അതൊക്കെ നിന്നിട്ടുണ്ട്, ഏകദേശം മരിച്ച അവസ്ഥ തന്നെ. എന്നാൽ ബഡിനെ കൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവളുടെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ടിരിക്കുകയാണ് ബഡ്. വേറെയും ചില ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്, അവരും പറയുന്നത് ലിൻഡ മരിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ ബഡ് വിട്ടില്ലാട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വലിയ ശ്വാസം അവൾ എടുക്കുകയാണ്. മാത്രമല്ല കണ്ണ് തുറക്കുന്നുണ്ട്, അവളുടെ ഹൃദയടിപ്പ് അത് തിരിച്ചു കിട്ടുകയാണ്. അതായത് ലിൻഡ മരിച്ച അവസ്ഥയിലേക്ക് പോയതാണ്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് ബഡ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടി, ജീവൻ തിരിച്ചു കിട്ടി. അതുകൊണ്ട് തന്നെ ബഡിനോടുള്ള എല്ലാ ദേഷ്യവും അവൾ മറക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്നാൽ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കോഫിൻ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുള്ളത് ആ ന്യൂക്ലിയർ വാർഹെഡുമായിട്ടാണ്. ഇതെങ്ങാനും അടിയിൽ കിടന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ ദുരന്തം ഉണ്ടാവും. അതെങ്ങനെയെങ്കിലും തടുക്കണം. താഴേക്ക് പോയിട്ട് അത് റിക്കവർ ചെയ്തേ മതിയാവുള്ളൂ. എന്നാൽ മരണതുല്യമായിട്ടുള്ള ഈ ദൗത്യം ആര് ചെയ്യും? ആർക്കും ഇത് ചെയ്യാൻ ധൈര്യമില്ല. അവസാനം നമ്മുടെ ബഡ് തന്നെ മുന്നോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സ്യൂട്ടൊക്കെ അവൻ ധരിക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ ഹെൽമെറ്റിലേക്ക് ഓക്സിജനേറ്റഡ് ലിക്വിഡും ഫില്ല് ചെയ്യുന്നുണ്ട്. അതുവഴി അവന് ശ്വസിക്കാൻ കഴിയും. അതുപോലെ തന്നെ കടലിനടിയിലെ ആ ഒരു പ്രഷർ കുറേയൊക്കെ അവന് താങ്ങാനും കഴിയും. മാത്രമല്ല ലിക്വിഡ് ഫോമിൽ ഇത് ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തത് കൊണ്ട് തന്നെ അവന് സംസാരിക്കാൻ കഴിയില്ല. സോ മുകളിലുള്ള ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കീബോർഡ് പോലത്തെ ഒരു സെറ്റപ്പും അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബഡ് പതിയെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ കുറച്ച് വൈകാരികമായിട്ടാണ് എല്ലാവരും അവനെ നോക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ലിൻഡ. കാരണം അവൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ബഡ് വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. മാത്രമല്ല പോകുന്ന സമയത്ത് ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ചിലപ്പോൾ ബോധം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ശ്രദ്ധ മാറാതിരിക്കാനും ഹാർട്ട് ബീറ്റ് ഈ കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അവനോട് ലിൻഡ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരുപാട് പ്രണയിച്ചിരുന്നു. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ ഇപ്പൊ ലിൻഡ അവനുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാണ്. ഈ സമയത്ത് ബഡ് ആണെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലിൻഡ സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവന്റെ മനസ്സിന് വല്ലാത്തൊരു സുഖം, ഒരു സന്തോഷം. എന്നാൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും തോറും അവന്റെ ഹൃദയത്തിന് ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട്. ശ്വാസം അങ്ങനെ പഴയതുപോലെ എടുക്കാൻ കഴിയുന്നില്ല. പലതരം ശാരീരിക ബുദ്ധിമുട്ടുകൾ അവൻ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബഡിന്റെ ഭാഗത്തു നിന്നും യാതൊരു മെസ്സേജോ റെസ്പോൺസോ വരുന്നില്ല. ലിൻഡ ആകെ പേടിച്ചുപോയി. ആ പേടിയിൽ വേഗം തന്നെ അവൾ വീണ്ടും വീണ്ടും നമ്മുടെ ബഡിനോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് ബഡിന്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആരും പേടിക്കേണ്ടെന്ന്. എന്തായാലും ആ മെസ്സേജ് വന്നപ്പോഴാണ് നമ്മുടെ ലിൻഡയ്ക്ക് ശ്വാസം കിട്ടിയത്. അവൾക്ക് പാക സമാധാനമായി. എന്തായാലും അധികം വൈകാതെ തന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇപ്പൊ ബഡ് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടെ വല്ലാത്തൊരു പ്രകാശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും തകർന്നു വീണ കോഫിന്റെ ആ ഒരു ചെറിയ സബ്മറൈൻ ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ച് ബഡ് നേരെ അതിന്റെ ഉള്ളിലേക്ക് പോകണം. മാത്രമല്ല അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ന്യൂക്ലിയർ വാർഹെഡ് അതും കണ്ടുപിടിച്ച് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ബഡ് അത് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എന്നാലും കുറച്ച് സമയം എടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അവനത് ചെയ്തു സക്സസ് ആവുകയാണ്. അങ്ങനെ ആ ഒരു ന്യൂക്ലിയർ ബോംബ് അത് പൂർണ്ണമായിട്ടും ഡീആക്ടിവേറ്റ് ആവുകയാണ്. ഇതേ സമയം തന്നെ മുകളിൽ നിന്നും എല്ലാവരും പറയുന്നുണ്ട്, അധികം വൈകാതെ വേഗം തന്നെ ബഡേ നീ മുകളിലേക്ക് വരണം, കാരണം നിനക്ക് തിരിച്ചു വരാൻ മാത്രമുള്ള ഓക്സിജനെ നിന്റെ കയ്യിലുള്ളൂ. എന്നാൽ ബഡ് പറയാണ്, ഞാൻ താഴേക്ക് എത്തിയത് ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടാണ്. മുകളിലേക്ക് വരണമെങ്കിലും ഇതുപോലെ തന്നെ അരമണിക്കൂറോ അതിന് മുകളിലോ സമയം വേണ്ടി വരും. പക്ഷേ 5 മിനിറ്റ് ശ്വസിക്കാൻ വേണ്ടി മാത്രമുള്ള ഓക്സിജനെ എന്റെ കയ്യിലുള്ളൂ. ഏകദേശം എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതെനിക്ക് മനസ്സിലായി, എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയില്ല. സോ ഞാൻ അക്സെപ്റ്റ് ചെയ്തതുപോലെ ഈ കാര്യം നിങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട് ലിൻഡയ്ക്കും അതുപോലെ തന്നെ ബഡിന്റെ സുഹൃത്തുക്കൾക്കും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അവൻ മരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഇവർക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ ലിൻഡ പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ, എങ്ങനെയെങ്കിലും തിരിച്ചു വാ, നിന്റെ ബോഡിയിലുള്ള വെയിറ്റുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പരമാവധി വേഗത്തിൽ ഒന്ന് വരാൻ നോക്കെന്ന് പറയാണ്. എന്നാൽ ബഡ് വീണ്ടും പറയുന്നത്, എടോ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങളും ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് മുകളിലേക്ക് വരാൻ കഴിയില്ല, ഇതെന്റെ വിധിയാണ്, അത് ഞാൻ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. അതായത് ഒരു മെസ്സേജിലൂടെയാണ് ഈ റെസ്പോൺസ് എല്ലാം കൊടുക്കുന്നത്. എന്തായാലും ഇത് കണ്ട ലിൻഡയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അവള് വാവിട്ട് കരയാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഡ് ആണെങ്കിൽ അവന്റെ മരണം അത് ഏകദേശം ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ വല്ലാത്തൊരു വെളിച്ചം അങ്ങോട്ടേക്ക് വരുന്നത്. ഒറ്റയടിക്ക് കാണുമ്പോൾ അതൊരു ജെല്ലി ഫിഷിനെ പോലെ തോന്നുമെങ്കിലും അത് പതിയെ പതിയെ ഇപ്പൊ ബഡിന്റെ അടുത്തേക്ക് വരികയാണ്. മാത്രമല്ല മനുഷ്യരുടേതുപോലെയുള്ള ഒരു മുഖവും അതിനുള്ളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിപ്പോ ബഡിന് നേരെ കൈ നീട്ടുകയാണ്. അങ്ങനെ ബഡ് അതിന്റെ കൈ പിടിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ജീവി നേരെ ബഡിനെ വിളിച്ചുകൊണ്ട് കടലിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോ അവിടുത്തെ കാഴ്ചകൾ കണ്ട ബഡ് ആകെ ഞെട്ടിപ്പോയി. ഒരിക്കലും മനുഷ്യരെ കൊണ്ട് എത്താൻ കഴിയാത്ത കടലിന്റെ ഈ ഏറ്റവും ആഴം കൂടി ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു വലിയ നഗരം തന്നെയുണ്ട്. ആ നഗരത്തില് ജീവികളാണ് ഇവർ. ഇവരെ പൂർണ്ണമായിട്ടും ഏലിയൻസ് എന്ന് വിളിക്കാൻ കഴിയില്ല. അതായത് ഭൂമിയുടെ മുകളിൽ നമ്മൾ മനുഷ്യർ ഉണ്ടായതുപോലെ കടലിന്റെ അടിഭാഗത്ത് മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗത്ത് മറ്റൊരു നോൺ ഹ്യൂമൻ ഇന്റലിജൻസ് അത് കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നേ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതായത് മനുഷ്യരെക്കാൾ ഒരുപാട് മുകളിലാണ് ഇവരുടെ ടെക്നോളജി. ശരിക്കും ഇതെല്ലാം കണ്ട ബഡ് ആകെ അത്ഭുതപ്പെടുകയാണ്. മാത്രമല്ല മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരുപാട് ടെക്നോളജിയും അവിടെ ഉണ്ടെന്ന് ബഡിന് മനസ്സിലായി. അങ്ങനെ ബഡിന് ഇവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ആക്കി കൊടുക്കും.
കൊടുക്കുകയാണ്. ആ ഭാഗത്ത് വെള്ളമൊന്നുമില്ല, അവിടെ ഓക്സിജൻ ഉണ്ട്. അത് നന്നായിട്ട് തന്നെ ബഡിന് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് കണ്ട് ബഡിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ പ്രൊജക്ടറിൽ നിന്ന് ലൈറ്റ് വരുന്നത് പോലെ ചില ടെക്സ്റ്റ് മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് ഈ ജീവികൾ ബഡിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എന്താടോ മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് എന്ന ഭാവത്തിലാണ് ഈ ജീവികൾ സംസാരിക്കുന്നത്. ടെക്നോളജി, പുതിയ പുതിയ ഇന്നോവേഷൻ, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളുടെ നന്മയ്ക്ക്, നിങ്ങളുടെ വളർച്ചയ്ക്ക്, അതിനു വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്? എന്നാൽ നിങ്ങൾ മനുഷ്യർ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ടെക്നോളജി അത് ഏറ്റവും മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും നിങ്ങൾ ഇട്ടുവെച്ച് പൊട്ടിച്ച ബോംബുകൾ അത് പ്രകൃതിക്ക് എത്രത്തോളം വലിയ ദോഷം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ വിചാരിച്ചോ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന്? ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ മനുഷ്യരെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെ വരെ നിങ്ങൾ പോകുമെന്ന് ഞങ്ങളൊന്ന് നിരീക്ഷിക്കുകയായിരുന്നു. മാത്രമല്ല അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു. ഈ ഭൂമിയുടെ ശാപം എന്ന് പറയുന്നത് അത് നിങ്ങൾ മനുഷ്യരാണ്. ഒരു വലിയ സുനാമി ഉണ്ടാക്കി ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. ഇത് കണ്ട ബഡ് ആകെ ഞെട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കരയിലേക്ക് നോക്കുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റും മഴയും ഇതെല്ലാം ഉണ്ടെന്ന് ഓൾറെഡി വാർത്തയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പോരാത്തതിന് ഭീമാകാരമായ വലിയ വലിയ സുനാമികൾ കടലിൽ നിന്നുണ്ടായി വരികയാണ്. കടൽ തീരത്തുണ്ടായിരുന്ന ആൾക്കാർ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അവർ രക്ഷപ്പെട്ട് ഓടാൻ നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഈ വലിയ വലിയ തിരമാലകൾ വന്നതുപോലെ തന്നെ കടലിലേക്ക് റിവേഴ്സ് ചെയ്തു പോകുന്നത്. ഇതിനുശേഷം ബഡിനെയും ആ ഒരു ജീവികളെയും കാണിക്കുകയാണ്. അതായത് മനുഷ്യരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ അവർ കരുതിയതുപോലെ മനുഷ്യർ പൂർണ്ണമായിട്ടും അധപ്പതിച്ചിട്ടില്ല. അവരിൽ ചില ആൾക്കാർക്ക് ഇപ്പോഴും നല്ല മനസ്സോടെ ജീവിക്കുന്നുണ്ട്. കാരണം ആ ന്യൂക്ലിയർ ബോംബ് അത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ബഡ് അവന്റെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് താഴേക്ക് വന്നില്ലേ? തന്റെ ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കും കൂടെയുള്ളവർക്കും വേണ്ടി ഇത്രയും ടഫായിട്ടുള്ള ഒരു മിഷൻ അവൻ ചെയ്തില്ലേ? ജീവൻ പോകുന്ന അവൻ ഉറപ്പായിരുന്നു. എന്നിട്ടും അവൻ അത് ഏറ്റെടുത്തില്ലേ? അതായത് ബഡിനെ പോലെയുള്ള നല്ല മനുഷ്യർ ഈ ലോകത്ത് ഇനിയുണ്ട്. സോ അവൻ ചെയ്ത ആ ഒരു പ്രവൃത്തി ഈ ജീവികൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മനുഷ്യർക്ക് രണ്ടാമതൊരു അവസരം കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇത്തവണ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിട്ടു, എന്നാൽ അടുത്ത തവണ അങ്ങനെ ആയിരിക്കില്ല എന്നൊരു ഭീഷണി അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അധികം വൈകാതെ ആ കടലിനടിയിൽ നിന്നും വലിയൊരു ഷിപ്പ് പതിയെ മുകളിലേക്ക് പൊന്തി വരികയാണ്. ബാക്കിയുള്ള എല്ലാവരും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ബഡ് മരിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നാൽ ഇവരെല്ലാവരും നോക്കി നിൽക്കെ അത്ഭുതകരമായിട്ടുള്ള ആ കാര്യം സംഭവിക്കുകയാണ്. മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതുപോലെയുള്ള ഷിപ്പുകൾ, അതിന്റെ ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും ആ വലിയ ഷിപ്പ് അല്ലെങ്കിൽ ആ നഗരത്തിന്റെ ഒരു ഭാഗം തന്നെ കടലിന്റെ മുകളിലേക്ക് പൊന്തി വരികയാണ്. അതായത് ഞങ്ങളെപ്പോലൊരു കൂട്ടർ കടലിന്റെ അടിയിൽ താമസിക്കുന്നുണ്ട്. നിങ്ങൾ മനുഷ്യർ മാത്രമല്ല ഇവിടെ തലച്ചോറുമായിട്ട് നടക്കുന്ന കൂട്ടര് എന്ന് ആ ജീവികൾ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, കടലിൽ ഭീകരമായ സുനാമി ഉണ്ടാക്കാൻ ശേഷി ഇവർക്കുണ്ടെങ്കിൽ, ആ ഉണ്ടാക്കിയ സുനാമിയെ തിരിച്ചു വിളിക്കാനുള്ള ശേഷി ഇവർക്കുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം ടെക്നോളജി പരമായിട്ട് അഡ്വാൻസ് ആയിരിക്കും. എന്തായാലും മുകളിലേക്ക് പൊന്തി വന്ന ആ ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും ബഡ് പുറത്തേക്ക് വരികയാണ്. ബഡിനെ കണ്ട സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും ഇത് സാധ്യമല്ല. എന്തായാലും അവൾ ഓടിച്ചെന്ന് ബഡിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവരവസാനം വീണ്ടും ഒരുമിക്കുകയാണ്. എന്തായാലും അവരുടെ രണ്ടുപേരുടെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു പ്രണയം, അത് കാരണമാണ് ഇന്ന് ലോകം രക്ഷപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഭൂമിയെ മുഴുവൻ തുടച്ചു നീക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രളയം വന്ന് മനുഷ്യവംശം തന്നെ ഇല്ലാതായനെ. എന്തായാലും കടലിനടിയിൽ ജീവിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരല്ലാത്ത ആ ജീവികള് മനുഷ്യർക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട്. ഇനി എങ്ങാനും തെമ്മാടിത്തരം കാണിച്ചാൽ പൂശിക്കളയും. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നും അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഏലിയൻസ് ആണോ അല്ലെങ്കിൽ മനുഷ്യർക്ക് മുന്നേ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാരാണോ എന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് മനുഷ്യർ ഭൂമിയുടെ പുറത്ത് കരഭാഗത്ത് ഡെവലപ്പായി വന്നതുപോലെ തന്നെ അതിനു മുന്നേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ കടലിനടിയിൽ ഡെവലപ്പായി വന്നവരാണ് ഇവര്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ. നല്ലൊരു കമന്റ് നോക്കി എന്തായാലും ഞാൻ പിൻ ചെയ്തു വെക്കാം. അപ്പൊ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കേ, ബൈ.